കഴിഞ്ഞ ഡിസംബർ 4 നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളോട് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ മറ്റു ചില സംഭവങ്ങൾ കൂടി പറയാനുണ്ട്. ആ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഇത് പറയുന്നതിന് മുൻപ് നമ്മുടെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയുമായി എടുത്തു നോക്കിയാൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ അവർ കുറേ കൂടി മുൻപിലാണ്. അതിൻ്റെ ചില ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വളർച്ചയുണ്ട് എന്നുള്ളതിൽ തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചയും നമ്മുടെ സാമൂഹിക സൂചികകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വളർച്ചയിൽ വലിയ തോതിൽ നമുക്ക് അഭിമാനമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ തോന്നുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ മുതൽ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സാമൂഹിക സൂചികകളിലുള്ള മുന്നേറ്റം മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് കേരളത്തിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അല്ലാതെ മാറി മാറി വരുന്ന UDFൻ്റെയും LDFൻ്റെയും ഗവൺമെൻറ്റുകളുടെ ഒരു സംഭാവന കൊണ്ടല്ല അത്തരത്തിലുള്ളൊരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് അത്തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ള ആ സംഭാവന കൊണ്ടല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ 8 കൊല്ലത്തോളം വരുന്ന പിണറായി വിജയൻ്റെയൊക്കെ ഭരണം ഇത്തരത്തിൽ സാമൂഹിക സൂചികകളിൽ അല്ലെങ്കിൽ നിരവധി വലിയ തോതിലുണ്ടായിട്ടുള്ള വളർച്ചകളെയും ഒക്കെ പിന്നോട്ടടുപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ വാസ്തവം നിലനിൽക്കുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മുടെ വിദ്യാഭ്യാസ രംഗവും നമ്മുടെ ആരോഗ്യ രംഗത്തുമൊക്കെ തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഭരണപരമായ ഒരു ശേഷി നമ്മുടെ LDFൻ്റെ രണ്ടാമത്തെ സർക്കാരിന് നഷ്ടപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഒരൊറ്റ സംഭവം ആദ്യം പറയാം. ആ സംഭവം പേരൂർക്കടയിലെ ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ, തിരുവനന്തപുരത്തുള്ള ഹോട്ടലിൽ അതിൻ്റെ ബാർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാർട്ടി നടന്നു. ഇത് ഡിസംബർ 4 നടന്നിട്ടുള്ളൊരു സംഭവമാണ്. രാത്രി 9:30 ഞാൻ പറയുന്ന സംഭവം നടക്കുന്നത്. അതിൻ്റെ കാര്യം, അന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു പാർട്ടി നടന്നപ്പോൾ അവിടെ 2 പോലീസിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർമാരെത്തിയിരുന്നു. ഒന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ CI ആണ്, രണ്ടാമത്തെ ആൾ പോലീസ് ആസ്ഥാനത്ത് തന്നെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെത്തുകയും അവർ ഈ ബാറിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുമൊക്കെ ചർച്ച ചെയ്യുകയും പിന്നെ ആ ചർച്ച മാറി തർക്കമാവുകയും തർക്കം കയ്യാങ്കളിയിൽ എത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് അവിടെ ഓംപ്രകാശ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ട ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പഴയ പോൾ മുത്തൂറ്റ് വധക്കേസിൽ അദ്ദേഹത്തിന് ചില ഇൻവോൾവ്മെൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഓംപ്രകാശിനും അതുപോലെ തന്നെ പുത്തമ്പാലം രാജേഷുമൊക്കെ. ഇനി അതും അറിയാത്തവർക്ക് വേണ്ടി, കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് നമ്മുടെ പ്രയാഗ മാർട്ടിനും അതുപോലെ പല സിനിമാ താരങ്ങളും ഒക്കെ വന്നത്. അദ്ദേഹത്തെയാണ് ക്രൗൺ പ്ലാസയിൽ നിന്ന് കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള DJയുടെ ഒരു പരിപാടി നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിൽ നടന്നിരുന്നു. ആ ദിവസങ്ങളിൽ അദ്ദേഹം ക്രൗൺ പ്ലാസയിൽ താമസിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓംപ്രകാശ് അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഓംപ്രകാശിനും ഗുണ്ടകൾക്കും നമ്മൾ നന്ദി പറയണം. കാരണം പോലീസുകാർ രണ്ടും തമ്മിൽ ഇടി വീണപ്പോൾ ഓംപ്രകാശിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗുണ്ടകളും ചേർന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു SP കൂടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുതിയതായി സ്ഥാനക്കയറ്റം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഫാമിലിയോടുകൂടി തന്നെ ഈ പരിപാടിക്ക് വന്നിരുന്നു, ഈ ആഘോഷ പരിപാടിക്ക്. അപ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഓംപ്രകാശും അതുപോലെ തന്നെ SP കൂടി ഈ 2 നിങ്ങളൊന്ന് ആലോചിച്ചേക്കണം, ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഗുണ്ടയും SP കൂടി ചേർന്നിരുന്നുകൊണ്ട് ഒരുമിച്ച് മുട്ടിയിരുന്നുകൊണ്ട് അവരൊക്കെ തമ്മിൽ ഈ പറയുന്ന 2 ഒന്ന് ക്രൈംബ്രാഞ്ചിലെ CIയും ഒന്ന് പോലീസ് ആസ്ഥാനത്തെ CIയും ചർച്ചയ്ക്ക് വിളിച്ച് അനുനയ ചർച്ച നടത്തി അത് ഒത്തുതീർപ്പിലെത്തിച്ചിട്ട് പിന്നീട് ഇവർ ആഘോഷം തുടർന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓംപ്രകാശിനോട് കടപ്പാടുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ 2 CIമാർ അവിടെ കിടന്ന് തമ്മിലിടിച്ച് വലിയ തോതിലുള്ള നാണക്കേട് കൂടുതൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ P. വിജയൻ എന്ന് പറയുന്ന IPSകാരൻ, അദ്ദേഹം ഇൻ്റലിജൻസ് മേധാവിയാണ്, അദ്ദേഹം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ SP മിക്കവാറും സ്ഥലം മാറ്റുകയും ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിലെ 2 ഉദ്യോഗസ്ഥന്മാർക്ക് പകുതി ശമ്പളത്തോടുകൂടിയുള്ള സസ്പെൻഷൻ ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്യും. അപ്പോഴും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത്തരത്തിലുള്ള ബാർ മുതലാളിമാരൊക്കെ ആയിട്ട് വലിയ സൗഹൃദമുള്ളത് കൊണ്ടിട്ട് അവർക്ക് ജീവിച്ചു പോകാനൊന്നും കുഴപ്പമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടാതെ അവർക്ക് സുഖമായിട്ട് കുറച്ച് നാൾ ഫ്രീ ആയിട്ടിരിക്കാം. അത് കഴിയുമ്പോൾ ഈ ചൂടൊക്കെ ആറുമ്പോഴേക്കും അവരെ തിരിച്ചെടുക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് സംഭവിച്ചത് എന്ന് നിങ്ങളത് ആലോചിക്കണം. ഇനി ഇത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കാര്യമാണെങ്കിൽ
ഇനി മറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഇതിനേക്കാൾ ടോപ്പായിട്ടുള്ള IAS കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ. IAS കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു IAS അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും N പ്രശാന്തിനെയും. N പ്രശാന്തിൻ്റെ പേരിൽ വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹം മാറമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഇയാളാണെന്ന് പറഞ്ഞ് ഡോക്ടർ ജയതിലകിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. ഡോക്ടർ ജയതിലക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എക്സൈസ് ഒക്കെ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് IAS ക്രിമിനലുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഗോപാലകൃഷ്ണൻ ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾ അറിയണം. ഗോപാലകൃഷ്ണൻ സസ്പെൻഡ് ചെയ്യാൻ കാര്യമെന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് വിവാദമാകുമെന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എന്നിട്ട് ഈ ഗ്രൂപ്പുകളൊന്നും ഉണ്ടാക്കാത്ത വാട്സാപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു ഫോൺ, ഒരു വ്യാജ പരാതി എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ഐഫോൺ കൊണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വാട്സപ്പ് പോലും ആ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പോലീസുകാർക്ക് വെറുതെ പണിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്തൊരു പണിയാണ്. അദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറാണ്. നമ്മൾ ആലോചിക്കണം, മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെയൊക്കെ സ്വത്തും ജീവനമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരാൾ. മറ്റത് 2 CAമാരും SP ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് നമ്മളെ ശരിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആണ് അവിടെ ഇരുന്നത്. പിന്നെ പോലീസുകാർക്ക് ഇത് മനസ്സിലായപ്പോൾ അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോൺ കൊണ്ട് കൊടുത്തു. ആ ഫോൺ കൊണ്ട് കൊടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2 തവണ ഫോൺ ഫോർമാറ്റ് ചെയ്ത് തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടാണ് കൊണ്ടേ കൊടുത്തത്. പിന്നെ വേണം എന്നൊക്കെ വിചാരിച്ച പോലീസിന് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ റിട്രീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പോലീസും അതിനൊന്നും വേണ്ടി ശ്രമിച്ചില്ല. കാരണം ഇവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല പോലീസിന് കൂടി ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് വിട്ടു. ചീഫ് സെക്രട്ടറിക്കും നമ്മുടെ മന്ത്രിമാർക്കോ ഗവൺമെൻറ്റിനോ ബഹുമാനപ്പെട്ട പിണറായി വിജയനൊന്നും നടപടിയെടുക്കാൻ ഒരു താല്പര്യവും ഉണ്ടായില്ല. ഇത്തരം സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം എവിടെ എത്തി എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി ഇതിനേക്കാളൊക്കെ മുമ്പ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഉദാഹരണമുണ്ടല്ലോ. വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ. ആ IAS ഉദ്യോഗസ്ഥൻ ബഷീർ എന്ന് പറയുന്ന ഒരാളെ രാത്രി വണ്ടി ഇടിച്ച് മദ്യപിച്ച് അദ്ദേഹം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആരോപണം. മദ്യപിച്ചു എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൃത്യമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് നടത്തിയില്ല. പകരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. പിന്നെ ടെസ്റ്റ് നടത്തിയത് പിറ്റേ ദിവസമൊക്കെയാണ്. അപ്പോഴേക്കും ടെസ്റ്റിൻ്റെ റിസൾട്ടൊന്നും കിട്ടില്ല എന്ന് നമുക്കറിയാം. വഫ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടൊപ്പം രാത്രി കറങ്ങാൻ ഇറങ്ങിയതാണ്. പാവം ബഷീർ ഇദ്ദേഹമൊക്കെ കറങ്ങാൻ അറിയുന്നുണ്ടെന്ന് അറിയാതെ പകരം അതുവഴി പോകുന്നത് കൊണ്ടിട്ട് ഉടനെ തന്നെ ഇദ്ദേഹം വണ്ടി ഇടിച്ച് അവിടെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് പറയുമ്പോൾ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളിൽ ഒന്നും വലിയ പൊൻതൂവലുമായി നമ്മളിത് എഴുതി ചേർക്കണം എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെയുള്ള 2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ആ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് പാവപ്പെട്ട, ഇപ്പോൾ ബഷീറിന് നീതി കിട്ടിയില്ല, നാളെ എന്തിനേറെ പറയുന്നു N പ്രശാന്തിന് പോലും നീതി കിട്ടിയിട്ടില്ല. അതായത് അദ്ദേഹം IAS അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണനൊക്കെ ഇത്തരത്തിലുള്ള 2 കത്തുകൾ, അദ്ദേഹത്തിനെതിരെയുള്ള കത്തുകൾ ചവച്ചു കൊടുത്തതാണെന്നും ഡോക്ടർ ജയതിലക് വ്യാജമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കിയതാണെന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ റിപ്പോർട്ട് എഴുതിയുണ്ടാക്കിയതാണെന്നും ആ റിപ്പോർട്ട് മാതൃഭൂമി പത്രത്തിന് ചോർത്തി കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് എഴുതിയതാണെന്നും ഒക്കെ ഉള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടും അവർക്കെതിരെ ഒന്നും നടപടികളില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതേ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ള അപകടങ്ങളെന്ന് പറയുന്നത് 40,821 റോഡപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 3,160 പേർ മരിച്ചു, 45,657 പേർക്ക് പരിക്കേറ്റു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. റോഡുകൾ കൃത്യമായി പണിയാത്തതും ശാസ്ത്രീയമായി പണിയാത്തതും അതിനകത്തൊക്കെ വലിയ തോതിൽ അഴിമതി നടക്കുന്നതുകൊണ്ടുമാണ്. പാലക്കാട് പോലും നിരന്തരമായ ഒരു റോഡിൽ അപകടമുണ്ടാകുന്നത് അത് പണിതിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി അടക്കമുള്ള ആളുകൾ കൃത്യമായ പണി ചെയ്യാത്തത് കൊണ്ടും ആ ചെയ്യാത്തത് പരിഹരിക്കാൻ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് എഴുതിയിട്ട് പോലും ഇവിടെ എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ആളുകളുടെ ജീവനും സ്വത്തിനും ഒരു വിധത്തിലുള്ള വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കറിയാം, വയനാട് കഴിഞ്ഞ തവണ 2 പേരെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആന ചവിട്ടി കൊല്ലുകയും പുലിപിടിച്ച് കൊല്ലുകയും ചെയ്തതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ എന്നുള്ളത് നമുക്കറിയില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാൾ കോതമംഗലത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി നടന്നു പോകുമ്പോൾ ഒരാന വന്ന് അദ്ദേഹത്തെ ചവിട്ടി അരച്ച് അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കൊല്ലപ്പെട്ടു. എന്താണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്.
ഏതാണ്ട് 25,000-ഓളം പേര് വരുന്ന ആളുകൾ അപകടങ്ങളിൽ 5-6 കൊല്ലം കുടുംബം മരണപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ AI ക്യാമറകൾ സ്ഥാപിച്ചു. ഇപ്പം ക്യാമറകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം കെൽട്രോൺ അതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്യാമറകൾ വെച്ചുകൊണ്ട് കാശടിച്ചാൽ മാറ്റൽ മാത്രമേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളത് ചുരുക്കം. ഇനി കേരളത്തിൽ വളരെ കുറച്ച് മാത്രമുള്ള ആദിവാസി ഗോത്രവർഗ വിഭാഗക്കാരെ ഏതാണ്ട് 4 ലക്ഷത്തോളം മാത്രം വരുന്നവരെ സംരക്ഷിക്കാനോ കൃത്യമായി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനോ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ 2 സംഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, മാനന്തവാടിയിൽ ഒരു റോഡിൽ മാതൻ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിനുവും കൂടി ഒരു കാറുകാരും മറ്റു ആളുകളുമായുണ്ടായ തർക്കത്തിലേക്ക് ഇടപെടുന്നു. ആ തർക്കത്തിലേക്ക് ഇടപെടുമ്പോഴേക്കും കാറിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഉടനെ തന്നെ അവിടെ നാട്ടുകാരനായ ഒരാളെ പിടിച്ച് തല്ലുന്നു. ഇത് കണ്ടിട്ടുള്ള മാതൻ അതിനെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ പറയുന്ന മാതനെ കാറിലേക്ക് പിടിച്ചു വലിച്ചിട്ടതിന് ശേഷം 1/2 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു കൊണ്ടുപോയി ഇദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആദിവാസി ഗോത്രവിഭാഗക്കാരനായ മാതൻ ഹോസ്പിറ്റലിലാണ്. എന്താണെങ്കിലും പോലീസ് ഇപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ നീതി കിട്ടും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. മധുവിന് കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു നീതി ആയിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. വയനാട് എടവക പഞ്ചായത്തിലെ പള്ളിച്ചാൽ വീട്ടിലെന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ത്രീ, അവർ ഞായറാഴ്ച വൈകിട്ടാണ് മരിക്കുന്നത്. ആ മരിക്കുമ്പോൾ ആംബുലൻസ് വേണമെന്നുള്ളത് SC/ST പ്രൊമോട്ടറായിട്ടുള്ള ആളെ അറിയിച്ചു. ആ ആളെ അറിയിച്ചപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വരും ആംബുലൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വന്നില്ല. ആ വരാത്തത് കൊണ്ട് അവരെ വൈകുന്നേരം 4 മണിയായപ്പോൾ അവരുടെ മൃതദേഹം 80 വയസ്സുള്ള ആ സ്ത്രീയുടെ മൃതദേഹം ഒരു പായയിൽ പൊതിഞ്ഞ് ഓട്ടോറിക്ഷയിൽ വെച്ച് കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെയുള്ള ആളുകൾക്കുണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ടും നമ്മൾ ആ ഒരു ഉളുപ്പുമില്ലാതെ ജനത്തോട് പറയും നമ്മൾ പ്രബുദ്ധരാണെന്നും നമ്മൾ വളരെ ബുദ്ധിരാക്ഷസന്മാരാണെന്നും നമ്മൾ വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും നമ്മുടെ കേരളം അടിക്കടി ഡെവലപ്പ് ചെയ്യുകയാണെന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ നമ്പർ 1 ആണെന്നും പറയും. കാരണഭൂതൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ചിലത് മാത്രമാണ് ഞാൻ എടുത്തു കാണിച്ചത്. കേരളം എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ അനുമാനിച്ചാൽ മതി.